നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ശ്രീ അരുൺ ജെയ്റ്റ്ലി ധനകാര്യമന്ത്രിയായിരുന്നപ്പോൾ 2017-2018 ധനകാര്യ വർഷത്തേക്ക് പാർലമെൻറ്റിൽ സമർപ്പിച്ച ബജറ്റിൽ ഉൾപ്പെടുത്തി കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ഇലക്ടറൽ ബോണ്ട് പദ്ധതി. ഇത്തരമൊരു പദ്ധതി ബഡ്ജറ്റിൻ്റെ ഭാഗമായി കൊണ്ടുവന്നതുകൊണ്ട് തന്നെ അതിന്മേലുള്ള ചർച്ചയും തീരുമാനങ്ങളും അതൊരു മണി ബില്ല് എന്ന അർത്ഥത്തിൽ, ധനകാര്യ നിയമം എന്ന അർത്ഥത്തിൽ ലോക്സഭയിൽ ഒതുങ്ങി നിൽക്കുകയാണ് ചെയ്തത്. അന്ന് രാജ്യസഭയ്ക്ക് ചർച്ച ചെയ്യാൻ കഴിഞ്ഞില്ല. അതുതന്നെ BJP ഗവൺമെൻറ്റിൻ്റെ കുരുട്ടുബുദ്ധിയുടെ ഫലമായിരുന്നു എന്ന് വളരെ വ്യാപകമായി എന്ന് വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. എന്താണ് ഇലക്ടറൽ ബോണ്ട് എന്ന് ഇന്ന് അത് സംബന്ധിച്ച് സുപ്രീം കോടതി വളരെ നിർണായകവും ചരിത്രപ്രധാനവുമായ ഒരു വിധി പുറപ്പെടുവിച്ചതിനെ തുടർന്ന് കൂടുതൽ ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ഇലക്ടറൽ ബോണ്ട് പദ്ധതി അവസാനിപ്പിച്ചുകൊണ്ടുള്ള വിധിയാണ് ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡിൻ്റെ നേതൃത്വത്തിലുള്ള 5-അംഗ ബെഞ്ച് ഇന്ന് പുറപ്പെടുവിച്ചത് എന്ന് നമുക്കെല്ലാം അറിയാം. ഈ പദ്ധതി വളരെ വിചിത്രമാണ്. ഈ പദ്ധതി പ്രകാരം ഇന്ത്യയിലെ കുത്തക മുതലാളിമാർക്ക്, ഇന്ത്യയിലെ സമ്പന്നന്മാർക്ക്, കമ്പനികൾക്ക്, വിദേശ കമ്പനികളുമായി സംയുക്ത സംരംഭമുള്ള കമ്പനികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാൻ ഒരു പ്രത്യേക പദ്ധതിയാണ് ഇലക്ട്രൽ ബോണ്ട് പദ്ധതി എന്ന തരത്തിൽ രൂപപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഏത് കമ്പനി ഏത് പാർട്ടിക്ക് എത്ര രൂപ കൊടുത്തു എന്നത് യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിനും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് മാത്രമേ അറിയാൻ കഴിയുള്ളൂ. പൗരർക്ക് അറിയാൻ കഴിയില്ല, പത്രങ്ങൾക്ക് അറിയാൻ കഴിയില്ല, രാഷ്ട്രീയ പാർട്ടികൾക്ക് അറിയാൻ കഴിയില്ല. അപ്പോൾ നിഗൂഢമാക്കി വച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഇത് നടപ്പാക്കപ്പെടുന്നത്? തെരഞ്ഞെടുപ്പുമായി എല്ലാം ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയ നിലവിൽ വരാൻ തുടങ്ങുന്നതിന് മുന്നോടിയായി ഈ ഇലക്ട്രൽ ബോണ്ടുകൾ കമ്പനികൾക്കും വ്യക്തികൾക്കും വാങ്ങുകയും രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കുകയും ചെയ്യാം എന്ന് പ്രഖ്യാപിക്കപ്പെടും. 2016-17 മുതലുള്ള ഇത് സംബന്ധിച്ച കണക്കുകളാണ്. 2017 ബഡ്ജറ്റിൽ വന്നു. 2018 ജനുവരിയിലാണ് ഇത് സംബന്ധിച്ച കമ്പനി നിയമത്തിലൊക്കെ ഭേദഗതി കൊണ്ടുവന്നുകൊണ്ട് ഇത് നടപ്പാക്കാൻ വേണ്ടതായിട്ടുള്ള നടപടിക്രമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത്. അന്ന് മുതൽ 2022-23 സാമ്പത്തിക വർഷം വരെയുള്ള കണക്കുകൾ ഇപ്പം ലഭ്യമാണ്. 9188 കോടിയോളം രൂപയാണ് വിവിധ കമ്പനികൾ അവർ രാഷ്ട്രീയ പാർട്ടികൾക്കായി ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ വിതരണം ചെയ്തത്. അതിന് നടപടിക്രമം എങ്ങനെയാണ്? കമ്പനികളും അതിസമ്പന്നരും വ്യത്യസ്ത തുകയ്ക്കുള്ള ബോണ്ടുകൾ വാങ്ങും. രൂപ പോലെ 1 കോടിയുടെ വരെ ബോണ്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 1 കോടി, ഇപ്പം 500 രൂപ നോട്ടുകൾ വരെയാണല്ലോ ഉള്ളത്. അപ്പോൾ ഇലക്ട്രൽ ബോണ്ട് ഏറ്റവും ഉയർന്ന മൂല്യമുള്ള ബോണ്ട് 1 കോടി രൂപയുടേതാണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്ന കുത്തക മുതലാളിക്ക്, നമുക്കിപ്പോൾ ഏറ്റവും പരിചിതനായ കുത്തക മുതലാളി അദാനിയാണല്ലോ. അദാനി BJPക്ക് 2000 കോടി രൂപ കൊടുക്കണം എന്ന് തീരുമാനിച്ചാൽ 1 കോടിയുടെ 2000 ബോണ്ട്, അപ്പോൾ 2000 കോടിയായി അദാനി വാങ്ങുന്നു. ഈ ബോണ്ട് എക്സ് എന്ന് പറയുന്ന പാർട്ടിക്ക്, BJPക്ക് അദാനി കൊടുക്കുന്നു. അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണിത്. ഇതിൻ്റെ ട്രാൻസാക്ഷൻ മുഴുവൻ, ഇതിൻ്റെ നടപടിക്രമങ്ങൾ മുഴുവൻ നടത്തുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വഴിയാണ്. അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പണം കൊടുത്തിട്ട്
അദാനി പണം 2000 കോടി രൂപ കൊടുത്തിട്ടാണ് ഈ ബോണ്ട് വാങ്ങുന്നത്. എന്നിട്ട് ഈ ബോണ്ട് JP നദ്ദയോ നരേന്ദ്രമോദിയോ ആർക്ക് കൊടുത്താണ് സന്തോഷം സമ്പാദിക്കേണ്ടത് എന്ന് അദാനി തീരുമാനിച്ചിട്ട് അവർക്കുകൊണ്ട് ഈ 1 കോടി രൂപ വീതം മൂല്യമുള്ള 2000 ബോണ്ട് കൊടുക്കുന്നു. അദ്ദേഹം അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ സമർപ്പിക്കുമ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആ ബോണ്ടിൻ്റെ മൂല്യമായ 2000 കോടി രൂപ ഈ ബോണ്ട് കൊണ്ട് സമർപ്പിക്കുന്ന ആളിന് കൊടുക്കുന്നു. ഇതാണ് എൻ്റെ നടപടിക്രമം. ഇതുവരെ 2022-23 വരെ 9188 കോടി രൂപയിൽ ചെല്ലുവാനുമാണ് ഈ ഇലക്ട്രൽ ബോണ്ട് സമ്പ്രദായത്തിലൂടെ ഇന്ത്യയിലെ വിവിധ കുത്തക മുതലാളിമാരും സമ്പന്നന്മാരും ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുത്തിട്ടുള്ളത്. എത്ര രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്, എത്ര രൂപ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ കണക്കുകൾ വരും. പക്ഷെ ആരുടെ പൈസയാണ് ഓരോ പാർട്ടിക്കും കിട്ടിയത് എന്നുള്ളത് മറച്ചു വെച്ചിരിക്കുക. അത് ബാങ്കിനെ അറിയൂ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് അറിയൂ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കും ആ വിവരം കിട്ടും. അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പണം ഭരിക്കുന്ന പാർട്ടിക്ക് തന്നെയാണ് കൊടുക്കുക. പിന്നെ ഭരിക്കുന്ന പാർട്ടിക്ക് അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തേക്ക് എന്നുള്ള ഒരു സൗജന്യം BJPക്ക് മറ്റു പാർട്ടികളുടെ കാര്യത്തിലുണ്ടാവും. ഇപ്പം ലഭിച്ച കണക്കുകൾ പ്രകാരം ഇപ്പം 100 രൂപയാണ് ആകെ വിതരണം ചെയ്യപ്പെട്ടത്. അതെങ്ങനെ വീതം വെക്കപ്പെട്ടു എന്ന് നോക്കിയാൽ ആ 100 രൂപയിൽ 80 രൂപയും പോയിട്ടുള്ളത് BJPക്കാണ്. 20 രൂപയാണ് ആർക്ക് കിട്ടിയിട്ടുള്ളത്? ബാക്കി എല്ലാ പാർട്ടികൾക്കും കൂടി കിട്ടിയിട്ടുള്ളത്. 7 ദേശീയ പാർട്ടികളും 24 പ്രാദേശിക പാർട്ടികളുമാണ് ഇതിൻ്റെ ഗുണം അനുഭവിച്ചിട്ടുള്ളത്. 7 ദേശീയ പാർട്ടികളും 24 എന്നാണ് എൻ്റെ ഓർമ്മ. 24 പ്രാദേശിക പാർട്ടികൾക്കുമാണ് ഇതിൻ്റെ ഗുണം കിട്ടിയിട്ടുള്ളത്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ഒരു എളിയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് CPIMൻ്റെ ഓരോ പ്രവർത്തകർക്കും പറയാൻ കഴിയും, ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന തട്ടിപ്പിലൂടെ 1 രൂപ പോലും CPIM കൈപ്പറ്റിയിട്ടില്ല. എന്ന് മാത്രമല്ല, ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന വമ്പൻ തട്ടിപ്പ്, ആ തട്ടിപ്പ് ഭരണഘടനാ മൂല്യങ്ങൾക്ക് നിരക്കുന്നതല്ല, ഒരു ജനാധിപത്യ സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റുന്നതല്ല എന്ന വാദമുഖങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ ഇലക്ട്രൽ ബോണ്ട് സമ്പ്രദായം റദ്ദാക്കണം എന്ന ആവശ്യവുമായി സുപ്രീം കോടതിയെ സമീപിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് CPIM. അപ്പോൾ ഇലക്ട്രൽ ബോണ്ടിൻ്റെ തട്ടിപ്പ് ഏറ്റവും ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ പാർട്ടി CPM ആണ്. അത് ഉച്ചത്തിൽ വിളിച്ചു പറയാൻ ധാർമ്മികാവകാശമുള്ള പാർട്ടിയും CPIM ആണ്. കാര്യം ഇങ്ങനെയുള്ള ഒരു പൈസയും ഞങ്ങൾക്ക് വേണ്ട. ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന പണം, ജനങ്ങൾ നൽകുന്ന, അവരുടെ കഷ്ടപ്പാടിനും പ്രയാസത്തിനും ഇടയ്ക്ക് പാവപ്പെട്ട ജനങ്ങൾ, ഇടത്തരക്കാരും പിന്നെ പല വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്, സംരംഭകന്മാരുണ്ട്, ചെറുകിട വ്യവസായികളുണ്ട്, അവരുടെയൊക്കെ പണം CPIM വാങ്ങും സംഭാവനയായിട്ട്. അതിന് കുട്ട്പ്രോക്കോ ഇല്ല. സംഭാവന എന്നതിന് പകരം അവർക്ക് വഴിവിട്ട് എന്തെങ്കിലും ആനുകൂല്യം കൊടുക്കുക. ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റൊക്കെ ഉണ്ടല്ലോ, അത് CPIMൻ്റെ രാഷ്ട്രീയ പ്രവർത്തന ശൈലിയിൽ വരുന്ന കാര്യമേ അല്ല. അപ്പോൾ CPIM മാത്രമല്ല ഇതിനെതിരായിട്ട് സുപ്രീം കോടതിയെ സമീപിച്ച് കേസ് കൊടുത്തു. ചില വ്യക്തികൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സുതാര്യത ഉണ്ടാവണം എന്നാവശ്യപ്പെടുന്ന ചില ഗവൺമെൻറ് ഇതര സംഘടനകൾ ഒക്കെയുണ്ട്. രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ എല്ലാവർക്കും അറിയുന്ന പോലെ CPIM ആണ് ഈ പ്രശ്നം ശക്തമായി ഉന്നയിച്ചിട്ടുള്ളത്. സുപ്രീം കോടതിയുടെ ഈ വിധിയെ സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ ഈ വിഷയം സമയത്ത് തന്നെ പരിഗണിച്ച് തീരുമാനമെടുക്കുന്നതിൽ സുപ്രീം കോടതിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന കാര്യം ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. 2018 ജനുവരിയിലാണ് കമ്പനി നിയമം ഭേദഗതി ചെയ്തത്. അപ്പോൾ തന്നെ ഈ പ്രശ്നം രാഷ്ട്രീയമായിട്ട് ഉന്നയിച്ചിരുന്നു. സുപ്രീം കോടതിക്ക് സുവമോട്ടോ കേസെടുക്കാമായിരുന്നു. 2018 തന്നെ CPIMഉം മറ്റ് നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസും എല്ലാം സുപ്രീം കോടതിയെ സമീപിച്ചു. 2018 മുതൽ 2024, 2018 ജനുവരിയിലാണ് കമ്പനി നിയമം ഇത് സംബന്ധിച്ച് ഭേദഗതി ചെയ്യുന്നത്. ഇപ്പോൾ ഫെബ്രുവരിയിലാണ് വിധി ഉണ്ടായത്. ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് പറയുമല്ലോ. വൈകിയാണെങ്കിൽ പോലും ഇപ്പോഴെങ്കിലും ഒരു തീരുമാനം ഉണ്ടായല്ലോ എന്ന അർത്ഥത്തിൽ നമ്മളിതിനെ സ്വാഗതം ചെയ്യുന്നു.
നഗ്നമായ അഴിമതിക്ക് നിയമസാധുത നൽകുന്ന ഒരു സമ്പ്രദായമായിരുന്നു ഈ ഇലക്ട്രൽ ബോണ്ട് പദ്ധതി. ഇലക്ട്രൽ ബോണ്ടിലൂടെ മാത്രമല്ല ബി ജെ പിക്കും കോൺഗ്രസിനെ പോലുള്ള മറ്റ് ചൂഷകവർഗ രാഷ്ട്രീയ പാർട്ടികൾക്കും പണം കിട്ടിക്കൊണ്ടിരുന്നത്. മറ്റൊരുപാട് കറുത്ത പണം കൈമാറ്റം ചെയ്യപ്പെട്ട് പോന്നിട്ടുണ്ട്. ബി ജെ പി ഗവൺമെന്റ് ഇത് കൊണ്ടുവന്നത് സംഭാവനയെല്ലാം ഇനി സുതാര്യമാവുന്നു, ബ്ലാക്ക് മണി കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഇതോടുകൂടി അവസാനിക്കും എന്നൊക്കെയുള്ള അവകാശവാദം ഉന്നയിച്ചുകൊണ്ടാണ്. പക്ഷെ നമുക്കറിയാം ബി ജെ പി ഏതാനും മാസങ്ങൾക്കുള്ളിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ആത്മവിശ്വാസത്തോടുകൂടി ജനങ്ങളെ സമീപിക്കാൻ നിവർത്തിയില്ല. പ്രതിപക്ഷം യോജിച്ചു കഴിഞ്ഞാൽ ബി ജെ പിയെ പരാജയപ്പെടുത്താം. കാരണം 100 പേർ വോട്ട് ചെയ്തതിൽ 60 പേരിലധികം പേരും ബി ജെ പിക്ക് എതിരായിട്ടാണ് വോട്ട് ചെയ്തത്. പക്ഷെ അത് പല പാർട്ടികൾക്കായിട്ട് ചിതറിപ്പോയത് കൊണ്ടാണ് 40% മാത്രം വോട്ട് കിട്ടിയ ബി ജെ പിക്കും അവരുടെ കൂട്ടാളികൾക്കും പാർലമെന്റിൽ ഭൂരിപക്ഷം കിട്ടിയത്. അപ്പം ബി ജെ പിക്ക് തന്നെ അറിയാം 50% കൂടുതൽ വോട്ട് ബി ജെ പിക്കും സഖ്യശക്തികൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ധൈര്യമായിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം ബി ജെ പിക്ക് അറിയാം. അപ്പോൾ ഇപ്പം പ്രതിപക്ഷ യോജിപ്പുണ്ടായിക്കഴിഞ്ഞാൽ, പ്രതിപക്ഷം കരുതലോടുകൂടി നീങ്ങിയാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾ പരാജയപ്പെടുത്താമെന്നുള്ള ഭീതി ഉള്ളത് കൊണ്ട് വലിയ തോതിൽ പണം വാരി എറിഞ്ഞുകൊണ്ടാണ് ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. ആ പണം എന്തിനൊക്കെയാണ് വാരി എറിയുന്നത്? തങ്ങൾക്കെതിരായിട്ടുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ യോജിപ്പ് പൊളിക്കാൻ വേണ്ടി സാമധാന ഭേദദണ്ഡ മുറകൾ ഉപയോഗിച്ചിട്ട് പാർട്ടികളെ ഭീഷണിപ്പെടുത്തി തങ്ങൾക്കൊപ്പം കൂട്ടുകയാണ്. അതിന് കള്ളപ്പണം ഉപയോഗിക്കുന്നുണ്ട്. ഇലക്ട്രൽ ബോണ്ടിലൂടെ കിട്ടിയ പണവും അതിന് ഉപയോഗിക്കുന്നുണ്ടാവും. പ്രതിപക്ഷ ഏകോപനത്തിൽ ഒക്കെ നേതൃത്വപരമായ പങ്ക് വഹിച്ച നിതീഷ് കുമാറിനെയും പാർട്ടിയെയും മോഡിയും അമിത്ഷായും ചേർന്ന് പിടിച്ചു കൊണ്ടുപോയത് പല മാർഗങ്ങൾ ഉപയോഗിച്ചിട്ടാവും. ഭീഷണി മാത്രമല്ല, തുകകളും വാഗ്ദാനം ചെയ്തിട്ടുണ്ടാവും. അതുപോലെ ബി ജെ പിക്ക് അസംബ്ലി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഭൂരിപക്ഷം നഷ്ടപ്പെട്ട പല സംസ്ഥാനങ്ങളിലും ബി ജെ പി ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സ്റ്റേറ്റുകളുടെ എല്ലാം എണ്ണം ഞാനിവിടെ പറയും, നിങ്ങളുടെ ഓർമ്മയിലുണ്ട്, നിങ്ങളെടുത്ത് നോക്കിയാൽ മതി. അവിടെ എല്ലാം എങ്ങനെയാണ് പ്രതിപക്ഷ പാർട്ടികളെ ഭിന്നിപ്പിച്ചും പ്രതിപക്ഷത്ത് നിൽക്കുന്ന എം എൽ എമാരെ വൻ തുകകൾ കൊടുത്ത് ചാക്കിൽ കയറ്റിയും കുതിരക്കച്ചവടം നടത്തിയിട്ടാണ് പല സംസ്ഥാനങ്ങളിലും ബി ജെ പി സംസ്ഥാന ഗവൺമെന്റുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിനെല്ലാം ഉപയോഗിച്ചിട്ടുള്ള പണത്തിൻ്റെ ഒരു ഭാഗമാണ് ഇലക്ട്രൽ ബോണ്ടിലൂടെ ബി ജെ പിക്ക് കിട്ടിയ ഏതാണ്ട് 80% അടുത്ത് വരുന്ന ഇന്ത്യയിലെ കുത്തകളുടെയും അതിസമ്പന്നന്മാരുടെയും സംഭാവന. അതിന് പുറമെ ഇലക്ട്രൽ ബോണ്ട് വഴി അല്ലാതെ ആയിരക്കണക്കിന് കോടി രൂപ ബി ജെ പി ശേഖരിക്കുന്നുണ്ട് ഇന്ത്യയിൽ നിന്നും പുറത്തുനിന്ന്. അപ്പോൾ പണം, പണാധിപത്യം, അതുപോലെ പേശീബലം, RSSന്റെ അക്രമി സംഘത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുന്നതായി ഉത്തരേന്ത്യയിലേക്ക് അത് വളരെ വ്യാപകമാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ അവരെ വോട്ട് ചെയ്യാനേ അനുവദിക്കാത്ത വിഷയങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തെ ഒരു തട്ടിപ്പാക്കി മാറ്റാൻ പണം ഉപയോഗിച്ചുകൊണ്ടും RSSന്റെ അക്രമി സംഘങ്ങളെ ഉപയോഗിച്ചുകൊണ്ടും ബി ജെ പി ശ്രമിച്ചു വരികയാണ്. ഇന്ന് സുപ്രീം കോടതി നടത്തിയിട്ടുള്ള ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണ്, അത് റദ്ദാക്കുന്നു എന്നുള്ള വിധി ബി ജെ പിയുടെ അഴിമതി രാഷ്ട്രീയത്തിനും അഴിമതിയെ നിയമവൽക്കരിക്കാൻ, സ്ഥാപനവൽക്കരിക്കാൻ ബി ജെ പിയുടെ കേന്ദ്ര ഗവൺമെന്റ് നടത്തിയ നീക്കത്തിനുമുള്ള ഒരു കനത്ത പ്രഹരമാണ്. ഒരു കാര്യം കൂടി ഈ ഘട്ടത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ 9200 കോടി രൂപ നിയമവിരുദ്ധമായിട്ടാണ് ഇന്ത്യയിലെ കുത്തകകൾ ബി ജെ പി ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് നൽകിയത് എന്നിപ്പോൾ വിധിയിലൂടെ വ്യക്തമായല്ലോ. അപ്പോൾ പലിശ സഹിതം ഈ പണം തിരിച്ചു പിടിക്കണ്ടേ അവരുടെ അടുത്ത് നിന്ന്? അതല്ലേ യഥാർത്ഥത്തിൽ വേണ്ടത്. പക്ഷേ സുപ്രീം കോടതി അത്തരം തീരുമാനമൊന്നും എടുക്കുമെന്ന് വിചാരിക്കുന്നില്ല. പലിശ സഹിതം ഈ പാർട്ടികളുടെ എല്ലാം കയ്യിൽ നിന്ന് ഇലക്ട്രൽ ബോണ്ടിലൂടെ അവരുടെ കൈകളിലെത്തിയ പണം തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവർക്ക് കിട്ടിയ പണം അത് നിയമവിരുദ്ധമാണെന്നുള്ളത് കൊണ്ട് അത് ഇലക്ഷൻ കമ്മീഷനിൽ സറണ്ടർ ചെയ്യാൻ, ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ നിയമവിരുദ്ധമായി തങ്ങൾ കൈവശപ്പെടുത്തി ഈ പണമെല്ലാം തിരിച്ചടയ്ക്കാൻ സുപ്രീം കോടതിക്ക് നിർദ്ദേശിക്കാൻ കഴിയണം. അത്തരം ഒരു ആവശ്യം സുപ്രീം കോടതി ഉന്നയിക്കുമെന്നുള്ളത് അറിഞ്ഞുകൂടാ. ഇന്ത്യയിലെ പൗരസമൂഹം അത് ആവശ്യപ്പെടണം. ആ പണം എന്തിനുപയോഗിക്കണം? ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുമൊക്കെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ തെരഞ്ഞെടുപ്പ് ചെലവുകൾ
അതിൻ്റെ ഒരു ഭാഗം കേന്ദ്ര ഗവൺമെൻറ്റും പൊതുസമൂഹവും വഹിക്കണം, ബഡ്ജറ്റിൽ അതിന് പണം നീക്കിവെക്കണം എന്നൊക്കെയുള്ള ആവശ്യം മുമ്പ് പലപ്പോഴും ഉയർന്നു വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ദേശീയ രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾക്കും അംഗീകാരമുള്ളവയ്ക്ക് തെരഞ്ഞെടുപ്പ് ചെലവിൻ്റെ ഒരു ഭാഗം റീഇംബേഴ്സ് ചെയ്യാൻ, തിരിച്ചു കൊടുക്കാനുള്ള ഒരു ഫണ്ട്, കോർപ്പസ് ഫണ്ട് രൂപവൽക്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച ചെയ്ത് കേന്ദ്ര ഗവൺമെൻറ്റിന് ആവിഷ്കരിക്കാൻ കഴിയണം. അങ്ങനെ വന്നാൽ ഈ ഇലക്ട്രൽ ബോണ്ടിലൂടെ നിയമവിരുദ്ധമായി നൽകപ്പെട്ട 9188 കോടിയോളം രൂപ ഈ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നെല്ലാം തിരിച്ചു പിടിച്ച് അത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു കോർപ്പസ് ഫണ്ടാക്കി മാറ്റി തെരഞ്ഞെടുപ്പ് ചെലവിൻ്റെ ഒരു ഭാഗം റീഇംബേഴ്സ് ചെയ്യാൻ, തിരിച്ചു കൊടുക്കാൻ ഉള്ള ഫണ്ട്, അത്തരത്തിൽ ആ ഫണ്ടായിട്ട് അതിനെ മാറ്റാൻ കഴിയും എന്നൊരു നിർദ്ദേശം കൂടി ഈ സന്ദർഭത്തിൽ വെക്കുകയാണ്. സുപ്രീം കോടതി പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നും നരേന്ദ്രമോദിക്കും BJPക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധി പ്രസ്താവനകളൊന്നും നടത്തുന്നില്ല എന്നുള്ളൊരു വിമർശനം ഞങ്ങളെപ്പോലുള്ളവർ നേരത്തെ ഉന്നയിച്ചിരുന്നു. ഭരണഘടനയുടെ അനുച്ഛേദം 370 വകുപ്പ്, ജമ്മു കാശ്മീരിന് പ്രത്യേകമായ ചില പദവി കൊടുക്കുന്ന ആ വകുപ്പ്, അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സുപ്രീം കോടതിയുടെ വിധി സംശയാസ്പദമാണ്. അതുപോലെ തന്നെ ബാബറി മസ്ജിദ് രാമജന്മഭൂമി തർക്കം, ബാബറി മസ്ജിദ് തകർത്തത് കുറ്റകൃത്യമാണ്, ബാബറി മസ്ജിദ് തകർത്തത് ആ പ്രവർത്തനം നടത്തിയവർ കുറ്റവാളികളാണ് എന്നൊക്കെ പറഞ്ഞ സുപ്രീം കോടതി ഒടുവിൽ ആ ബാബറി മസ്ജിദ് തകർത്ത സ്ഥലം ക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടി വിട്ടുകൊടുത്തത് നമ്മൾ കണ്ടതാണ്. സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് എന്ന് പറയുന്ന പൗരത്വ ഭേദഗതി നിയമം, ആ കേസ് ഇപ്പോഴും സുപ്രീം കോടതി കേട്ടിട്ടില്ല. കേട്ടാൽ എന്ത് പറയൂ എന്നുള്ളത് അറിഞ്ഞുകൂടാ. പക്ഷെ കേൾക്കാൻ ഇങ്ങനെ കാലതാമസം വരുത്താമോ സുപ്രീം കോടതി? വരുത്തിക്കൂടാ. അപ്പം അങ്ങനെയുള്ള പല കാര്യങ്ങളിലും സുപ്രീം കോടതി നിലപാടിനെ നമ്മൾ വിമർശിച്ചു പോന്നിട്ടുണ്ട്. സുപ്രീം കോടതിക്ക് തന്നെ നീതി നിയമവും അതിൻ്റെ മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന വിധത്തിലാണോ നമ്മൾ പല കേസിലും വിധി പറയുന്നത് എന്നുള്ളതിനകത്തൊരു മനസാക്ഷിക്കുത്ത് സുപ്രീം കോടതിക്ക് തന്നെ ഉണ്ടോ എന്ന് സംശയിക്കണം. എന്തായാലും ഇലക്ട്രൽ ബോണ്ട് കേസിൽ സുപ്രീം കോടതിയുടെ ഇത്തരത്തിലുള്ള ഈ വിധി പ്രഖ്യാപനം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന സുപ്രീം കോടതിയുടെ വിശ്വാസ്യത ഒരു പരിധിവരെ വീണ്ടെടുക്കാൻ കൂടി ഉപയോഗപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നതിന് ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല. ഇലക്ട്രൽ ബോണ്ട് കേസിൽ സുപ്രീം കോടതിയുടെ ഈ വിധി വന്ന സന്ദർഭത്തിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കാൻ കഴിയുന്ന പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റാണ്. ഇലക്ട്രൽ ബോണ്ടിലൂടെ ഒരൊറ്റ പൈസ പോലും CPIM സ്വീകരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഇതൊരു അഴിമതി പദ്ധതിയാണ് എന്ന് ആദ്യം തന്നെ തുറന്നു പറഞ്ഞുകൊണ്ട് ഇതിനെ വിമർശിച്ചിട്ടുള്ളത് CPIM ആണ്. ചില മാധ്യമങ്ങൾ ഈ വസ്തുതകൾ അറിയാതെ CPIM-നും ചെറിയ ചില തുക കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില പ്രചരണം നടത്തുന്നതായിട്ട് ചിലർ വിളിച്ച് എന്നോട് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനിത് ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു സംസ്ഥാനത്ത് SFIയുടെയൊക്കെ പശ്ചാത്തലമുള്ള 2 സംരംഭകർ കുറേ പണം ഈ ഇലക്ട്രൽ ബോണ്ടിലൂടെ CPIM-ന് നൽകാൻ താല്പര്യപ്പെട്ടു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഒരു സംരംഭകൻ 50 ലക്ഷം രൂപയും വേറൊരു സംരംഭകൻ 25 ലക്ഷം രൂപയും തരാൻ വേണ്ടി താല്പര്യം എടുത്തിട്ട് വന്നു. ബാക്കി എല്ലാവരും വാങ്ങിക്കുകയാണ്. നിങ്ങൾക്ക് സന്തോഷത്തോടെ ഞങ്ങൾ തരികയാണ്, ഞങ്ങൾ പഴയ SFIക്കാരായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ 2 പേര് വന്നത്. അപ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്ത് ഓർക്കുന്നു. അങ്ങനെ 2 പേർ 50 പ്ലസ് 25 ലക്ഷം പറഞ്ഞാൽ 75 ലക്ഷം രൂപ തരാനായിട്ട് വന്നിരുന്നു. പക്ഷേ അത് ഇലക്ട്രൽ ബോണ്ടാക്കാൻ ഞങ്ങൾ CPIM സമ്മതിച്ചില്ല. ആ പണം CPIM തൊട്ടില്ല. അവരോട് നിങ്ങളുടെ സന്മനസ്സിന് നന്ദി, ഈ ഇലക്ട്രൽ ബോണ്ട് പദ്ധതിയിൽ പങ്കെടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുകയാണ് ചെയ്തത്. ഇതിലൂടെ സാമൂഹ്യ മാധ്യമത്തിൻ്റെ ഈ സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് CPIM-ന്റെ കരങ്ങൾ ഇക്കാര്യത്തിൽ 100% പരിശുദ്ധമാണ് എന്ന് വ്യക്തമാക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നു. ഈ വിഷയം സുപ്രീം കോടതിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് ചരിത്രപ്രധാനമായ ഒരു വിധി ഇലക്ട്രൽ ബോണ്ട് കേസിൽ സമ്പാദിക്കുന്നതിൽ CPIM എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരു പ്രധാനപ്പെട്ട പങ്കുവഹിക്കാൻ കഴിഞ്ഞതിലുള്ള വിനയത്തോടു കൂടിയിട്ടുള്ള അഭിമാനവും ഈ ഘട്ടത്തിൽ ഞങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്.